السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സുലൈമാൻ ഇബ്നു സഹ്മാൻ റഹിമഹുല്ലാഹ് രചിച്ച മൻദൂമത്തുൻ ഫി അലാമാത്തി സിഹ്ഹത്തിൽ ഖൽബ്, ഖൽബിന്റെ സിഹ്ഹത്ത്, ഖൽബിന്റെ ആരോഗ്യത്തെ അറിയിക്കുന്ന അടയാളങ്ങൾ എന്ന കവിതയിൽ ആദ്യത്തെ ഒരു ഭാഗമാണ് നാം മനസ്സിലാക്കിയത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇഗാസത്തുൽ ലഹ്ഫാൻ എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞ 6 അടയാളങ്ങളെ കവിതാ രൂപത്തിലായിക്കൊണ്ടാണ് ഷെയ്ഖ് എഴുതിയിട്ടുള്ളത്. ആ 6 അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചാൽ നമ്മുടെ ഖൽബ് സലീമാണോ സഹീഹാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, അല്ലാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിരുദ്ധ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ അങ്ങേയറ്റത്ത് വിഷമുള്ളവരായിരിക്കും. അതുപോലെ പിശുക്ക്, സമയത്തിന്റെ വിഷയത്തിൽ അത് അനാവശ്യമായി പോകുന്നതിനെ തൊട്ട് പിശുക്ക് കാണിക്കുന്നവരായിരിക്കും ഖൽബ് സഹീഹായിട്ടുള്ള ആളുകൾ എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ അവരുടെ ചിന്ത ഒരേ ഒരു ഹമ്മായിരിക്കും, അല്ലാഹ് എന്നുള്ള ചിന്തയിലായിരിക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുക. ഹമ്മൻ വാഹിദൻ എന്ന് പറഞ്ഞു. 5-ാമത്തേത് നിസ്കാരം, അത് നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ മറ്റെല്ലാ ചിന്തകളും വിട്ട് അള്ളാഹുവിന് മുമ്പിൽ താഴ്മയോടുകൂടി നിസ്കരിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് പരിപൂർണമായ ഓർമ്മയും ഖുശൂവോടുകൂടി നിസ്കരിക്കുന്ന ആളുകളായിരിക്കും. അവരുടെ കൺകുളിർമയും സമാധാനവും സന്തോഷവും എല്ലാം നിസ്കാരത്തിലായിരിക്കും. 6-ാമത്തേത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ 6 കാര്യങ്ങൾ പറഞ്ഞു. ഇഖ്ലാസോടുകൂടി, ഇത്തിബാഅോടുകൂടി, നസീഹത്തോടുകൂടി, ഇഹ്സാനോടുകൂടി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്റെ കുറവുകളെ ബോധ്യപ്പെട്ടുകൊണ്ടായിരിക്കും അവർ അമലുകൾ ചെയ്യുക. ഈ 6 അലാമത്തുകളാണ് സഹീഹായ ഒരു ഖൽബിന്റെ അടയാളമായിക്കൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇഗാസത്തുൽ ലഹ്ഫാൻ എന്ന കിതാബിൽ കൊടുത്തതും ഷെയ്ഖ് കവിതയായിട്ട് പഠിപ്പിച്ചതും നമ്മൾ സ്വയം പരിശോധിക്കുക, അത് ശരിയാക്കാനുള്ള പണിയെടുക്കുക. ഷെയ്ഖ് ഇതുപോലെ ഈ കവിതയുടെ ആദ്യത്തിൽ പരാമർശിച്ചതുപോലെ ഇതിന് ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു എഴുത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കവിതയിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ഷെയ്ഖ് അത് കൊടുക്കാനുള്ള കാരണം, ഒരാളുടെയും തന്നെ അഖീദ സഹീഹാകാതെ ഖൽബ് സലീമാവുകയില്ല. അതായത് ശിർക്കോ കുഫ്റോ ബിദ്അത്തോ ഉള്ള ഒരാള് എന്തെല്ലാം ചെയ്താലും അയാൾക്ക് എന്താവില്ല, സലീമായ ഖൽബ് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് അഖീദയിലെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ ഷെയ്ഖ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇനിയുള്ള ബൈത്തുകളിൽ പറയുന്നത്. അത് ആ ഭാഗമാണ് ആരംഭിക്കുന്നത്. അതിൽ ഷെയ്ഖ് ആരംഭിക്കുന്നത് ആദ്യത്തെ ബൈത്തുകൾ പറയുന്നത്, فإن رمت النجاة غدا وترجو نعيبا لا يصير إلى زوال فإن رمت النجاة غدا, നാളെ നീ വിജയം, രക്ഷ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, തേടുന്നുണ്ട് എങ്കിൽ, وترجو نعيما لا يصير إلى زوال, നശിച്ചു പോകാത്ത, നീങ്ങിപ്പോകാത്ത അനുഗ്രഹങ്ങൾ നീ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖ് അടുത്ത ഭാഗം ആരംഭിക്കുന്നത്. അഥവാ ഇനി പറയുന്നത്, പരലോകത്ത് വിജയവും രക്ഷയും എല്ലാം നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, കാരണം യഥാർത്ഥ വിജയം, യഥാർത്ഥ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ആണ് പരലോകത്ത് വിജയമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഫമൻ സുഹ്സിഹ അലന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. സൂറത്ത് ആലി ഇംറാനിലെ 185-ാമത്തെ ആയത്താണ്. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് അവനാണ് യഥാർത്ഥ വിജയം. അപ്പൊ അങ്ങനെയുള്ള വിജയം നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ നഈമൻ ലാ യസീറു ഇലാ സവാലി, നീങ്ങിപ്പോകാത്ത, മാറ്റം വരാത്ത അനുഗ്രഹങ്ങൾ. എങ്ങനെയുള്ള അനുഗ്രഹങ്ങളാണ്? അടുത്ത ബൈത്തിൽ ഷെയ്ഖ് പറയുന്നു, നഈമൻ ലാ തബീദു വലൈസ യഫ്ന, മുറിഞ്ഞു പോകാത്ത, അവസാനിക്കാത്ത അനുഗ്രഹങ്ങൾ. സ്വർഗത്തിൽ ഖുലൂദാണ്. ബിദാരിൽ ഖുൽദ് ഫീ ഗുറഫി അവാലി, ദാറുൽ ഖുൽദ് അഥവാ ഉദ്ദേശം സ്വർഗം, നിലനിൽക്കുന്ന അവസാനമില്ലാത്ത അനുഗ്രഹങ്ങൾ നിറഞ്ഞ ആ സ്വർഗം. ഫീ ഗുറഫി അവാലി, ഉന്നതമായ ഗുറഫുകൾ, ഉന്നതമായ മുറികൾ സ്വർഗത്തിന് അനുഗ്രഹമായിക്കൊണ്ട് ഗുറഫുകളുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഗ്രഹം, മുറിഞ്ഞു പോകാത്ത, അവസാനിക്കാത്ത, ലാ യബീദു വലാ യഫ്ന, അതുപോലുള്ള അനുഗ്രഹമാണ് നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ
അപ്പോൾ നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കണമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങളെ നീ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശൈഖ് ആരംഭിക്കുന്നത് ഫലാ തുശ്രിക് ബിറബ്ബിക ഖത്തു ശൈഅൻ. ഒന്നാമത്തെ കാര്യം ശൈഖ് പറയാണ് ഫലാ തുശ്രിക് ബിറബ്ബിക ഖത്തു ശൈഅൻ. ഒന്നിനെയും നീ അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. നിന്നെ സൃഷ്ടിച്ച, നിനക്ക് ഉപജീവനം നൽകുന്ന, നിനക്ക് മാതാപിതാക്കൾ നൽകുന്ന, നിന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്ന, നിന്റെ ഹൃദയമെടുപ്പ് നിയന്ത്രിക്കുന്ന, നിനക്ക് ഇണകളെയും സന്താനങ്ങളെയും തന്ന, നിനക്ക് ആഫിയത്ത് തന്ന, നിനക്ക് സമ്പത്ത് തന്ന, നിന്നെ മരിപ്പിക്കുന്ന, നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നിന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കല്ലാതെ മറ്റൊരു വ്യക്തിക്കോ വസ്തുവിനോ ഒന്നിനും തന്നെ ഇബാദത്തിന്റെ ഒരു ഇനവും നീ വകവെച്ചു കൊടുക്കാൻ പാടില്ല. അതാണ് ഫലാ തുശ്രിക് ബിറബ്ബിക ഖത്തു ശൈഅൻ. എന്താ ഇവിടെ ശിർക്ക് ചെയ്യരുത് എന്ന് സ്വർഗം കിട്ടാൻ ആദ്യത്തെ കാര്യമായി പറയാനുള്ള കാരണം എന്താണ്? കാരണം ശിർക്ക് സംഭവിച്ചുകൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവനെന്തില്ല, അവന് സ്വർഗം ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നീ വ്യഭിചരിക്കരുത് എന്ന് പറയാം, നീ കള്ളുകുടിക്കരുത് എന്ന് പറയാം, നീ വേറെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയാം, നീ നിസ്കരിക്കണം എന്ന് പറയാം. പക്ഷേ ശൈഖോട് ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? ശിർക്ക് നീ ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ മശീയത്തിന് താഴെ വരുന്നതാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവിടെ പുറത്തു കൊടുക്കും. പക്ഷേ ശിർക്ക് സംഭവിച്ചാൽ സൂറത്തുൻ നിസായിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാഉ. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്തവന് അവന് പുറത്തു കൊടുക്കുകയില്ല. ബാക്കിയുള്ളവർക്ക് അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ശിർക്ക് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്താണ് ശിർക്ക്, എന്താണ് ശിർക്കിന്റെ ഇനങ്ങൾ, എന്താണ് തൗഹീദ്, എന്താണ് തൗഹീദിന്റെ ഇനങ്ങൾ നമ്മൾ പഠിക്കണം. അഖീദയുടെ കിതാബുകളുടെ ദർസുകൾ നമ്മൾ കേൾക്കണം, ആവർത്തിച്ച് കേൾക്കണം. വ്യത്യസ്ത കിതാബുകളുടെ ദർസുകൾ നമ്മൾ പഠിക്കണം. നമുക്ക് എന്താണോ അതിനുള്ള സൗകര്യമുള്ളത് ഇത് കേൾക്കണം. നേരിട്ട് ഇതുപോലെയുള്ള സദസ്സുകൾ ലഭിക്കുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കണം. അതല്ല നമുക്കിന്ന് സൗകര്യപ്രകാരം റെക്കോർഡിങ്സുകൾ ലഭിക്കും, അതുപോലുള്ള സൗകര്യങ്ങളുണ്ട്. അതാണെങ്കിൽ തുടക്കക്കാർ മുതൽ പഠിക്കേണ്ട കിതാബുകൾ സലാസുൽ ഉസൂൽ പോലെ, ഖവായിദുൽ അർബഅ പോലെ, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കിതാബുൽ തൗഹീദ് പോലെ, അത് കഴിഞ്ഞ് അഖീദത്തുൽ വാസിത്തിയ, അഖീദത്തുൽ തഹാവിയ, അങ്ങനെയുള്ള കിതാബുകളെല്ലാം നമ്മുടെ ഉസ്താദുമാർ അത് വിശദീകരിച്ചെടുക്കുന്ന ദർസുകൾ കേട്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിച്ച് അതിനെ ഉറപ്പിക്കണം, നമ്മുടെ വിശ്വാസം ഉറപ്പിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ തൗഹീദ് പൂർത്തിയാവുകയുള്ളൂ, ശിർക്കിന്റെ ചെറിയ അംശത്തിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് പറയുകയാണ് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ് അനിൽ മിസാലി, ഒരു ഉപമയിൽ നിന്ന്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ആരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് അവകാശപ്പെട്ട ഇബാദത്തിൽ അതുപോലെ ഇബാദത്ത് ചെയ്യപ്പെടാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതാണ് പറഞ്ഞത്, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ അവകാശമുള്ളൂ. അള്ളാഹു ധാരാളം ആയത്തുകളിൽ അള്ളാഹു തആല അറിയിച്ചിട്ടുള്ള കാര്യമാണ് വ്യത്യസ്ത രീതിയിൽ. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ഒന്നുമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ നാടുകളിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളെ കാണാം. ഖബറുകളിൽ പോയി, അല്ലെങ്കിൽ ജാറങ്ങളിൽ പോയി, അല്ലെങ്കിൽ ആൾദൈവങ്ങളുടെ അടുക്കൽ പോയി, മരത്തിന്റെയും കല്ലിന്റെയും അടുക്കൽ വരെ പോകുന്ന മുസ്ലിമീങ്ങളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, അവരെ സൃഷ്ടിച്ചതിലോ അവർക്ക് ഉപജീവനം നൽകുന്നതിലോ അവരെ മരിപ്പിക്കുന്നതിലോ ഈ പറഞ്ഞ അവരെ ആരാധിക്കുന്ന ഇലാഹുകൾക്ക് എന്തെങ്കിലും സ്വാധീനമുണ്ടോ? ഒന്നുമില്ല. അള്ളാഹുവിനെ പോലെ സൃഷ്ടിക്കാനോ മരിപ്പിക്കാനോ അധികാരമുള്ള ഒരാളുമില്ല. പിന്നെ എങ്ങനെയാണ് ഇബാദത്ത് അവർക്ക് അർഹതപ്പെടുക? അതുകൊണ്ടാണ് അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല എന്ന് പറഞ്ഞത്. എന്നിട്ട് റഹിമഹുല്ലാഹ്, നാദിർ റഹിമഹുല്ലാഹ് ചില സിഫത്തുകൾ, അള്ളാഹുവിന്റെ ചില നാമങ്ങൾ, വിശേഷണങ്ങൾ അതിനെപ്പറ്റി പറയുകയാണ്. ഇലാഹുൻ വാഹിദുൻ അഹദുൻ അസീമുൻ അലീമുൻ ആദിലുൻ ഹകമുൽ ഫിആലി. ഇലാഹുൻ, അള്ളാഹു ഇലാഹാണ് അഥവാ ആരാധ്യനാണ്. വാഹിദുൻ അഹദ്, ഒന്നാണ്, ഒറ്റയാണ്. അസീമുൻ, മഹത്തായവനാണ്. അലീമുൻ, എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിവുള്ളവനാണ്. ആദിലുൻ, നീതിയുള്ളവനാണ്. ഹകമുൽ ഫിആലി, ഏതൊരു പ്രവർത്തനവും ഹിക്മത്തോടു കൂടി പ്രവർത്തിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്, അള്ളാഹുവിന്റെ നാമങ്ങളും അതിനകത്ത് അടങ്ങിയിട്ടുള്ള വിശേഷണങ്ങളുമാണ്. അത് ഓരോന്നും വിശദീകരിച്ചാൽ നമുക്ക് ഓരോ ദർസുകളായി അതിന് വേണം. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്നയുടെ ദർസുകൾ കേൾക്കണം.
ഇലാഹ് എന്നുള്ളതിന്റെ ആശയം എന്തൊക്കെയാണ്? വാഹിദ് എന്നതിന്റെ ആശയം, അഹദ് എന്നുള്ളതിന്റെ ആശയം, അദീം എന്നതിന്റെ ആശയം, അലീം അള്ളാഹുവിന്റെ ഇൽമിന്റെ മർത്തബകൾ, ആദിൽ അള്ളാഹുവിന്റെ അദിലിന്റെ അവസ്ഥ, ഹക്കമ് ഹക്കീം അള്ളാഹുവിന്റെ ഹിക്മത്ത്, അള്ളാഹുവിന്റെ ഹക്കമ് നാമം. ഇത് അസ്മാഉൽ ഹുസ്നയിലെ എല്ലാം ദർസുകളിൽ കേട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചാൽ നമുക്ക് അതിനു വേണ്ടി മാത്രം ഒരു 4 ദർസുകൾ എടുക്കേണ്ടി വരും. അപ്പോ അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് അറിവ് വേണം. ഇനി വീണ്ടും ഷെയ്ഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്ന് അറിയിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട അള്ളാഹുവിന്റെ സ്ഥാനത്തെ അറിയിക്കാൻ ചില കാര്യങ്ങൾ അറിയിക്കുകയാണ്. റഹീമുൻ ബിൽ ഇബാദി ഇദാ അനാബു വതാബു മിൻ മുതാബഅത്തി അദ്ദലാലി ശദീദുൽ ഇന്തിഖാമി ബിമൻ അസാഹു വയുസ്ലീഹിൽ ജഹീമ വലാ യുബാലി. റഹീമുൻ ബിൽ ഇബാദി ഇദാ അനാബു. അനാബു ഇനാബത്ത്, അടിമകൾ പശ്ചാത്തപിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മടങ്ങിയാൽ അങ്ങനെയുള്ള അടിമകളോട് റഹീമുൻ ബിൽ ഇബാദ്, റഹീമായിട്ടുള്ളവനാണ് അവൻ, കാരുണ്യം ചൊരിയുന്നവനാണ്. വതാബു മിൻ മുതാബഅത്തി അദ്ദലാലി, വഴികേടുകൾ ചെയ്ത് പാപങ്ങൾ പിൻപറ്റിക്കൊണ്ട് ചെയ്തിട്ടുള്ള ആളുകൾ പശ്ചാത്തപിച്ച് മടങ്ങി അള്ളാഹുവിലേക്ക് തിരിച്ചു പോന്നാൽ അത് പുറത്തു കൊടുക്കുന്ന കാരുണ്യം ചൊരിയുന്നവനാണ് റബ്ബ്. അതേസമയം ശദീദുൽ ഇന്തിഖാമി ബിമൻ അസാഹു, അവനെ ധിക്കരിക്കുന്നവനോട് അഥവാ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നവനോട് ശദീദുൽ ഇന്തിഖാം, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. വയുസ്ലീഹിൽ ജഹീമ വലാ യുബാലി, നരകത്തിലിട്ട് അവനെ കത്തിയരിക്കുന്നവനാണ്. അള്ളാഹു ഒരു പരിഗണന കൊടുക്കില്ല, അള്ളാഹു അതൊരു വിഷയമുള്ള കാര്യമല്ല. ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മഹത്തായ 2 കാര്യങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു മുഅ്മിനിന്റെ ഖൽബിൽ ഉണ്ടായിരിക്കേണ്ട മഹത്തായ 2 അവസ്ഥകളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ഒന്നെന്താണ്? റജാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ. സൽക്കർമ്മങ്ങൾ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും, പാപങ്ങൾ ചെയ്ത് തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു തരും എന്നുള്ള പ്രതീക്ഷ. അതാണ് റഹീമുൻ ബിൽ ഇബാദ് എന്നുള്ളത്. 2, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. ശദീദുൽ ഇന്തിഖാം, സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കുമോ എന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, തെറ്റുകൾ ചെയ്താൽ അതിനെ ശിക്ഷിക്കുമോ എന്നുള്ള ഭയം. ഈ 2 അവസ്ഥയിലൂടെ ആയിരിക്കണം ഒരു മുഅ്മിന് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ 2 കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ നമുക്കത് കാണാം. സൂറത്തുൽ ഹിജ്റയിൽ 49-50 ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു നോക്കൂ, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. നബിയെ, എന്റെ അടിമകളോട് അറിയിക്കുക, ഞാൻ അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും കാരുണ്യം ചൊരിയുന്നവനുമാണ്. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. അതോടൊപ്പം തന്നെ പറയാണ്, എന്റെ ശിക്ഷ എന്നുള്ളത് വേദനയേറിയ ശിക്ഷയുമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ചും പറഞ്ഞു. ഇതിനിടയിലായിരിക്കണം ഒരു മുഅ്മിനിന്റെ അവസ്ഥ ഉണ്ടായിരിക്കേണ്ടത്. കാരുണ്യത്തിൽ പ്രതീക്ഷ ഉണ്ടാകണം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള ഭയവും ഉണ്ടാകണം എന്നിട്ട് പറയുകയാണ് അടുത്ത ബൈത്തിൽ, فبادر بالذي يرضى لتحظى بخير في الحياة وفي المآل. فبادر, നീ മുന്നിടുക, നീ ധൃതി കാണിക്കുക, അഥവാ മടി പിടിച്ച് അലസത കാണിച്ചു നിൽക്കരുത്, നീ മുന്നിട്ട് വേഗം വരിക. ബില്ലദി യർവാ, അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ, ലിതഹ്വാ, നേടിയെടുക്കാൻ വേണ്ടി, ആ ഭാഗ്യം നേടിയെടുക്കാൻ വേണ്ടി, എന്റെ ഓഹരി നേടിയെടുക്കാൻ വേണ്ടി. ബിഖൈരിൻ ഫിൽ ഹയാതി വഫിൽ മആലി, ദുനിയാവിലെ ഈ ജീവിതത്തിലെ ഖൈറുകളും, മആൽ എന്ന് പറഞ്ഞാൽ മടങ്ങിച്ചെല്ലുന്ന പരലോകത്തിന്റെ ഖൈറുകളും നേടിയെടുക്കാൻ വേണ്ടി നീ മുന്നിടുക എന്നുള്ളത്. ബാദിർ ഫിൽ അഅമാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, ബാദിർ ബിൽ അഅമാൽ, ഫിത്നകൾ അധികരിക്കുന്നതിന് മുമ്പ് രാവും പകലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കൂരാകൂരിരുട്ട് പോലെ ഫിത്നകൾ അധികരിക്കുന്നതിന് മുമ്പ് സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിടുക. ഫിത്നകൾ അധികരിച്ചു കഴിഞ്ഞാൽ രാവിലെ മുഅ്മിനായവന് വൈകുന്നേരം കാസറായിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന അറിയില്ല, പഴച്ചു പോകുന്ന അറിയില്ല. അതിനു മുമ്പ് സൽക്കർമ്മങ്ങൾ മുന്നിടാൻ. അപ്പോ അള്ളാഹുവിന്റെ അടുക്കലുള്ള മഹത്തായ പ്രതിഫലം, നന്മകൾ ഈ ദുനിയാവിലും പരലോകത്തും നേടിയെടുക്കാൻ നന്മകളിൽ നീ മുന്നേറുക എന്ന് പറയാം. എന്നിട്ട് വീണ്ടും ഷെയ്ഖ് പറയുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഓർമ്മപ്പെടുത്തുന്ന ഷെയ്ഖ് പറയുന്നു, വലാസിം സിക്റഹു ഫീ കുല്ലി വഖ്തിൻ വലാ തർകൻ ഇലാ ഖീലിൻ വഖാലി. വലാസിം സിക്റഹു ഫീ കുല്ലി വഖ്തിൻ, ഏത് സമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള സിക്ർ നീ നിലനിർത്തുക. അത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നിനക്കുണ്ടാവരുത്. എപ്പോഴാണെങ്കിലും, രാവിലെ എഴുന്നേറ്റാണെങ്കിലും, ടോയ്ലറ്റ് കയറുകയാണെങ്കിലും, ഡ്രസ് മാറ്റാണെങ്കിലും, വീട്ടിൽ നിന്ന് പുറത്തു കയറാണെങ്കിലും, വാഹനത്തിൽ കയറുകയാണെങ്കിലും, വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിലും, വസ്ത്രം അഴിക്കുകയാണെങ്കിലും, തിരിച്ചു വീട്ടിലേക്ക് വരികയാണെങ്കിലും, മസ്ജിദിൽ കയറുകയാണെങ്കിലും, മസ്ജിദിൽ ഇറങ്ങുകയാണെങ്കിലും, നിസ്കരിക്കുമ്പോൾ എല്ലാ സമയത്തും അള്ളാഹുവിനെ കുറിച്ച് സിക്ർ നീ ഒഴിവാക്കരുത്.
കാരണം എല്ലാ ഇബാദത്തും നമുക്ക് നിയമമാക്കിയിട്ടുള്ളത് ദിക്ർ നിലനിർത്താനാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ആരാണ് റസൂലെ നിസ്കാരക്കാരിൽ, നോമ്പുകാരിൽ, ജിഹാദുകാരിൽ, സദഖ നൽകുന്നവരിലൊക്കെ ഏറ്റവും പ്രതിഫലമുള്ളത് ആർക്കാണ് ചോദിച്ചു. ഓരോരുത്തർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? അക്സറുഹും ലില്ലാഹി ദിക്റ. നോമ്പെടുക്കുന്നവരിൽ ആരാണോ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുന്നത് അവനാണ്. നിസ്കരിക്കുന്നവരിൽ ആരാണോ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുന്നത് അവനാണ്. സദഖ നൽകുന്നവരിൽ ഏറ്റവും അള്ളാഹുവിനെ ഓർക്കുന്നവൻ ആരാണോ അവനാണ്. ദിക്റാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാവണം, ഓർമ്മ ഉണ്ടാവണം, ദിക്ർ ഉണ്ടാകണം. അപ്പൊ അത് എപ്പോഴും നീ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, വലാ തർക്കൻ ഇലാ ഖീലിൻ വഖാൽ. അനാവശ്യമായിട്ടുള്ള പറച്ചിലുകൾക്ക്, സംസാരങ്ങളിലേക്ക് നീ മുഴുകി പോകരുത്. ഇന്നാൾ അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, ഇങ്ങനെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് സമയം കളയാൻ നിൽക്കരുത്. അവിടെ ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടാകണം എന്നിട്ട് പറയാണ്. ഇത് പറയുന്നത് എന്താ? പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പറയുന്നത്. ഒന്നാമത്തെ ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു. അതുപോലെ ഓരോ കാര്യങ്ങളായിട്ട് പറയുകയാണ് പരലോകത്ത് രക്ഷ നേടാൻ. അടുത്തത് പറയുന്നു, ഇൽമിന്റെ ആളുകൾ, ഇൽമുള്ള ആളുകൾ, പണ്ഡിതന്മാർ, ഇൽമു ചർച്ച ചെയ്യുന്ന ആളുകൾ, ജാലിസ്ഹും വസാഇൽ, അവരോടുകൂടി ഇരിക്കുക, അവരോട് ചോദിക്കുക. നിനക്ക് ദീന് പഠിക്കാനുള്ള ആവശ്യങ്ങൾ അവരോട് ചോദിക്കുക. വലാ യദ്ഹബ് സമാനുക ഫി ഇഗ്തിഫാലി, നിന്റെ സമയം അശ്രദ്ധയിലായിക്കൊണ്ട് നീങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതായത് നമ്മൾ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമ്മേക്കാൾ ഇൽമുള്ള, അള്ളാഹുവിനെ ഓർപ്പിക്കുന്ന ഉലമാക്കളുമായിട്ട് നമ്മൾ ചേർന്നിരിക്കാൻ, അവരുമായി സമയം ചെലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. കാരണം അവർ നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു തരും. അവർ കൂടുതൽ ഖൈറുകൾ നമുക്ക് പഠിപ്പിച്ചു തരും. നമ്മുടെ അശ്രദ്ധയെ നീക്കി തരും. നമുക്ക് കൂടുതൽ അറിവുള്ള മാർഗങ്ങൾ, കൂടുതൽ നല്ല സൽക്കർമ്മങ്ങൾ നമുക്ക് കാണിച്ചു തരും. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ ഓർമ്മപ്പെടുത്തും, അള്ളാഹുവിനെ അനുസരിക്കാൻ ഓർമ്മപ്പെടുത്തും. അതുപോലെ ഒരുപാട് നേട്ടങ്ങൾ അതുകൊണ്ടുണ്ടാകും. അതുകൊണ്ട് അറിവുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ ഇരിക്കേണ്ടത്, നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത്. അറിവില്ലാത്ത ജാഹിലിയങ്ങളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ അറിവില്ലാത്ത ആളുകളുടെ ഒപ്പം പോയിരുന്ന എന്താ ഉണ്ടാവുക? അവരിൽ നിന്ന് അറിവുകൾ നമുക്ക് വരും, അവരിൽ നിന്നുള്ള ജഹൽ നമുക്ക് കയറും, അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇൽമുള്ള ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുക എന്നുള്ളത് കൂടുതൽ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കാര്യമാണ്. അതല്ലാതെ അശ്രദ്ധമായി കൊണ്ട് നമ്മുടെ സമയം കളയരുത് എന്നുള്ളത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഒരു വിഷയത്തിൽ, അഥവാ ഉലമാക്കളുമായിട്ട് ബന്ധം വെക്കുക, അവരുമായിട്ട് സമയം ചെലവഴിക്കുക എന്നുള്ള വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് പറയാം. ഫൈദ അദ്ദേഹം പറയാണ്, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ ചില കാര്യങ്ങൾ വാബിലുസ് സയ്യിബ് എന്നുള്ള കിതാബിൽ അദ്ദേഹം പറയാണ്, ഫൈദ അറാദൽ അബ്ദു അൻ യഖ്തദിയ ബിറജുലിൻ ഫൽയൻദുർ. അടിമ എപ്പോഴെങ്കിലും, അഥവാ നമ്മൾ എപ്പോഴെങ്കിലും ഒരാളെ മാതൃകയാക്കണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നോക്കുക, ശ്രദ്ധിക്കുക. ഹൽ ഹുവ മിൻ അഹ്ലി ദിക്രി ഔ മിൻ അഹ്ലിൽ ഗാഫിലീൻ. അവൻ അഹ്ലുൽ ദിക്റിൽ, അഹ്ലുൽ ഇൽമിൽ പെട്ടവനാണോ, അതല്ല അഹ്ലുൽ ഗാഫിലീനിൽ പെട്ടവനാണോ? അതായത് ഒരാളെ നമ്മൾ മാതൃകയാക്കാൻ, ഒരാളുടെ കൂടെ കൂടാൻ നമ്മൾ തീരുമാനിക്കുമ്പോ അവൻ അഹ്ലുൽ ഇൽമിൽ പെട്ട ആളാണോ, അതല്ല ഗഫലത്തിന്റെ ആളിൽപ്പെട്ടതാണോ നോക്കണം. വഹൽ അൽ ഹാകിമു അലൈഹിൽ ഹവാ ഔൽ വഹി. അവന്റെ മേലെ അവന്റെ ഹവയാണോ വിധി നടപ്പിലാക്കുന്നത്, അതോ വഹിയാണോ? അഥവാ അവൻ തോന്നിയ പോലെ ജീവിക്കുന്ന ആളാണോ, അതോ വഹീന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളാണോ? فإن كان الحاكم عليه والهوى وهو من أهل الغفلة كان أمره فرطا. അവൻ സ്വന്തം ദേഹത്തേക്ക് അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ അവൻ ഏതിൽപ്പെട്ടവനാണ്? ഗഫലത്തിൽ, അശ്രദ്ധയുടെ ആളുകൾപ്പെട്ടതാണ്. അവന്റെ കാര്യം ആകെ അലങ്കോലായിരിക്കും. فينبغي للرجل أن ينظر في شيخه وقدوته ومتبوعه. ഏതൊരാളാവട്ടെ അവൻ മാതൃകയാക്കുന്ന, അവന്റെ നേതാവായി കാണുന്ന, അവൻ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന ആളെ അവൻ ശരിക്കും നോക്കണം. ഫൈൻ വജദഹു കദാലിക ഫല്യുബ്ഇദ് മിൻഹു. ഈ പറഞ്ഞതുപോലെ അശ്രദ്ധയുടെ ആളായിട്ടാണ് അവനെ കാണുന്നത് എങ്കിൽ അവനിൽ നിന്ന് അകന്ന് നിൽക്കട്ടെ. വൈൻ വജദഹു മിമ്മൻ ഗലബ അലൈഹി ദിക്റുല്ലാഹ് തആല അസ്സ വജൽ വത്തിബാഉ സുന്ന. എന്നാൽ നമ്മൾ മാതൃകയാക്കുന്ന ആളിൽ കൂടുതലും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റും സുന്നത്തിനെ പിൻപറ്റലും ഒക്കെയാണ് എങ്കിൽ വഅംറുഹു ഗൈറു മഫ്റൂത്തിൻ അലൈഹി ബൽ ഹുവ ഹാദിമുൻ ഫി അംരിഹി ഫലിസ്തംസിക് ബിഅസ്രിഹി. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അവന്റെ കാര്യം നല്ല അവസ്ഥയിലാണ്. അവനോടൊപ്പം കൂടിക്കൂടുക, അവനോടൊപ്പം അടുത്ത് നിൽക്കുക എന്ന് ഇബ്നു ഖയ്യിം പറയാണ്. അപ്പൊ നമ്മൾ ആരുമായിട്ടാണോ ഇരിക്കുന്നത്, ആരുമായിട്ടാണോ കൂട്ടുകൂടുന്നത്, അത് നമ്മുടെ ദീനിനും നമ്മുടെ സ്വഭാവത്തിനും എല്ലാത്തിനും സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അത് ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഷെയ്ഖ് ഇവിടെ പറഞ്ഞത്.
ഇനി പറയുന്നത് ഷെയ്ഖ് റഹിമഹുല്ലാ, മുഅല്ലിഫ് റഹിമഹുല്ലാ, മൊത്തത്തിൽ സ്വഭാവത്തിന്റെ ആളുകളുമായി ഇടപഴകുമ്പോൾ സ്വഭാവത്തിന്റെ അവസ്ഥ എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. വഅഹ്സിൻ വൻബസിർ വർഫുഖ് വനാഫിസ് ലിഅഹ്ലിൽ ഖൈരി ഫീ റുതബിൽ മആലി ഫഹുസ്നുൽ ബിശ്രി മൻദൂബുൻ ഇലൈഹി വയക്സു അഹ്ലഹു സൗബൽ ജമാലി. ഇവിടെ ഒരു മുഅ്മിനിന്റെ, ഒരു മുസ്ലിമിന്റെ ഏറ്റവും നല്ല അവസ്ഥയിൽപ്പെട്ടതാണ് അവന്റെ സ്വഭാവം ഏറ്റവും നന്നാവുക എന്നുള്ളത്. നല്ല സ്വഭാവത്തിനും പെരുമാറ്റത്തിനും ഉടമയാവുക എന്നുള്ളത്. കുറെ ഇബാദത്തുകൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഉണ്ടാകേണ്ട കാര്യമാണ് നല്ല സൽസ്വഭാവം ഉണ്ടാവുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. അഹ്സിൻ, നീ നന്മ ചെയ്യുക, മറ്റുള്ളവർക്ക് ഇഹ്സാൻ ചെയ്യുക, ഉപകാരങ്ങൾ ചെയ്യുക. അത് വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സഹായം കൊണ്ടോ എന്തുകൊണ്ടാണെങ്കിലും അത് ചെയ്യുക. വൻബസുത്ത്, നീ നല്ല മുഖപ്രസന്നതയുള്ളാവുക. ആളുകളോട് ഇടപഴകുമ്പോൾ നല്ല മുഖപ്രസന്നതയുള്ള, നല്ല ചിരിച്ച് സംസാരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവുക. വർഫുഖ്, നീ റിഫ്ക് കാണിക്കുക, നീ കൃപ കാണിക്കുക, ആളുകളോട് കൃപ കാണിക്കുക. വനാഫിസ് ലിഅഹ്ലിൽ ഖൈരി ഫീ റുതബിൽ മആലി, ഖൈറിന്റെ ആളുകളോട് നീ മത്സരിക്കുക. നാഫിസ് എന്ന് പറഞ്ഞാൽ മത്സരിക്കുക, ഉന്നതമായ സ്ഥാനത്തെത്താൻ നീ മത്സരിക്കുക. അഥവാ സൽക്കർമ്മം ചെയ്യുന്ന ആളുകളോടാണ് നമ്മൾ മത്സരിക്കേണ്ടത്. നമ്മളെക്കാൾ താഴ്ന്ന കർമ്മങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെക്കാൾ ഇൽമു കുറഞ്ഞ, അമല് കുറഞ്ഞ, ദീന് കുറഞ്ഞ ആളുകൾ നമുക്ക് എന്തെങ്കിലും മത്സരിക്കാണ്ടാവില്ല. പക്ഷെ ഖൈറുള്ള ആളുകളെ കണ്ട് അവരുടേതുപോലെ ഇൽമും അമലും നിയ്യത്തുകളും എല്ലാം ആക്കിയെടുക്കാൻ വേണ്ടി മത്സരിക്കുകയും ചെയ്യുക. എന്നിട്ട് പറയാണ് ഫഹുസ്നുൽ ബിശ്രി മൻദൂബുൻ ഇലൈഹി, നല്ല പ്രസന്നതയോടുകൂടി ചിരിച്ച് നല്ല രീതിയിൽ ഇടപഴകുക, സംസാരിക്കുക എന്നുള്ളത് അവന്റെ ഒരു ശീലമായിട്ടുണ്ടാകും. അങ്ങനെയാണ് എങ്കിൽ വയക്സു അഹ്ലഹു സൗബൽ ജമാലി, അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ അകപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ച അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതായത് ഈ നല്ല സ്വഭാവ ഗുണങ്ങൾ ഒരു നല്ല വസ്ത്രം ധരിച്ചാൽ ഒരാൾക്ക് എങ്ങനെയാകുമോ അതുപോലെയായിരിക്കും അവന്റെ അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത് നമുക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിത്തരുന്ന കാര്യമാണ്. സൽസ്വഭാവം ഉണ്ടാവുക എന്നുള്ളത് സൃഷ്ടികളുടെ ഇഷ്ടം നേടിത്തരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അക്സറുൻ നാസ് യുദ്ഖിലുൽ ജന്ന, അധിക ആളുകളെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്താണ്? അത്തഖ്വ വഹുസ്നുൽ ഖുൽഖ്, തഖ്വയും സൽസ്വഭാവവുമാണ്. അതുപോലെ മീസാനിൽ കനം തൂങ്ങുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞ എന്താണ്? തഖ്വയും ഹുസ്നുൽ ഖുൽഖുമാണ്. കാരണം ഒന്ന് അള്ളാഹിനോടുള്ള കടമ പൂർത്തിയാകുന്നു, മറ്റേത് സൃഷ്ടികളോടുള്ള കടമ പൂർത്തിയാകുന്നു. അപ്പൊ സൽസ്വഭാവത്തിന്റെ ഭാഗമാണ് നല്ല മുഖപ്രസന്നതയോടുകൂടി ചിരിച്ച് സംസാരിക്കുക, നന്മ ചെയ്യുക എന്നീ കാര്യങ്ങൾ. ഹദീസിൽ നമുക്ക് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا تحقرن من المعروف شيئا ولو أن تلقى أخاك بوجه طلق. നീ നന്മയിൽ നിന്ന് ഒന്നും തന്നെ നീ നിസ്സാരമായി കാണരുത്. നിന്റെ സഹോദരനെ ഒരു പുഞ്ചിരിച്ച മുഖത്തോടു കൂടി കണ്ടുമുട്ടുന്നത് പോലും നിസ്സാരമായി കാണരുത്. അത് മഹത്തായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. ഇനി അടുത്തത് ഷേഖ് വീണ്ടും നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള അഖദിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കവിതാ രൂപത്തിൽ വളരെ ഗൗരവത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട അഖീദ കാര്യമാണ്. വഹ്ബിം ഫിൽ ഇലാഹി വആദി ഫീഹി വഅബ്ഗിൽ ജാഹിദൻ ഫീഹി വവാലി. വഅഹ്ബിബ് ഫിൽ ഇലാഹി, അല്ലാഹുവിന് വേണ്ടി നീ ഇഷ്ടപ്പെടുക. വആദി ഫീഹി, അല്ലാഹുവിന് വേണ്ടി നീ വിദ്വേഷം വെക്കുക. വഅബ്ഗിൽ ജാഹിദൻ ഫീഹി വവാലി, അള്ളാഹുവിന് വേണ്ടി നീ വെറുപ്പ് വെക്കുക, അള്ളാഹുവിന് വേണ്ടി നീ സ്നേഹബന്ധം വെച്ച് പുലർത്തുകയും ചെയ്യുക. അതായത് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒരാളെ വെറുക്കുന്നുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനം എന്തായിരിക്കണം? അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഗുണം ഒരാളിലുണ്ടോ നാം അയാളെ ഇഷ്ടപ്പെടും. നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ അയാളിൽ ഉണ്ടെങ്കിലും. അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കാര്യം ഒരാളിലുണ്ടോ അയാൾ നമ്മൾ വെറുക്കും. അയാൾ നമുക്ക് എത്ര ഉപകാരം ചെയ്ത ആളാണെങ്കിലും, അയാൾ എത്ര നല്ല സ്വഭാവത്തിൽ നമ്മോട് പെരുമാറുന്ന ആളാണെങ്കിലും, അയാൾ നമുക്ക് എന്തെല്ലാം നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു വെറുക്കുന്ന ഗുണങ്ങളാണോ അയാളിലുള്ളത്, ആ കാരണം കൊണ്ട് നമ്മൾ അയാൾ എന്ത് ചെയ്യും? വെറുക്കും. അപ്പൊ അള്ളാഹുവിന് വേണ്ടിയാണ് ഇഷ്ടപ്പെടുന്നത്, അള്ളാഹുവിനെയാണ് വെറുക്കേണ്ടത്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? തൗഹീദാണ്. അള്ളാഹു ഏറ്റവും വെറുക്കുന്ന കാര്യം എന്താണ്? ശിർക്കാണ്. അതുകൊണ്ട് തന്നെ തൗഹീദുള്ള ആളുകളോട് നമ്മൾ ഇഷ്ടം വെക്കും, നമുക്ക് സ്നേഹബന്ധം ഉണ്ടാകും. അയാൾ സൗന്ദര്യം ഉണ്ടാവില്ല ചിലപ്പോൾ, അയാൾക്ക് സമ്പത്ത് ഉണ്ടാവില്ല ചിലപ്പോൾ, അയാൾ കുടുംബപരമായി താഴ്ന്ന കുടുംബമായിരിക്കും. അങ്ങനെ എന്ത് തരത്തിലാണെങ്കിലും തൗഹീദിന്റെ പേരിൽ നമ്മൾ ഇഷ്ടപ്പെടും. ഒരാൾ ശിർക്ക് ചെയ്തു, ആ ശിർക്ക് സംഭവിച്ചാൽ നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും അയൽവാസികളാണെങ്കിലും നമുക്ക് എത്ര വലിയ ഉപകാരം ചെയ്ത ആളാണെങ്കിലും ശിർക്കിന്റെ പേരിലുള്ള വെറുപ്പ് അവരോടുണ്ടാവും.
നമ്മുടെ ഉമ്മയും ഉപ്പയാണ്, നമ്മൾ അവരോട് ചെയ്യേണ്ട കടമകൾ ചെയ്യും, അതിന് സംശയമല്ല, അതിനൊരു സംശയമില്ല. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ദുനിയാ മഅറൂഫ, ദുനിയാവിന്റെ വിഷയത്തിൽ നിൽക്കും. പക്ഷേ ശിർക്ക് ചെയ്യുന്നവരാണ് എന്നുള്ള വെറുപ്പ് നമ്മുടെ ഖൽബിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം ഇഷ്ടവും വെറുപ്പും. ഇതുമായി അറിയിക്കുന്ന ധാരാളം ഹദീസുകളും ആയത്തുകളും ഖുർആനിൽ കാണാം. അതിൽ ഒരു ഹദീസ് നമ്മൾ വായിക്കാം. അബീ ഉമാമ അൽ-ബാഹിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലില്ലാഹി വഅബ്ഗദ ലില്ലാഹി വഅതാ ലില്ലാഹി വമൻഅ ലില്ലാഹി, ആരാണോ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നത്, അള്ളാഹുവിന് വേണ്ടി വെറുക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി നൽകുന്നത്, അള്ളാഹുവിന് വേണ്ടി തടയുന്നത്, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ ഈമാൻ പൂർത്തീകരിച്ചു, ഈമാൻ പൂർത്തിയാക്കി. അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ഇഷ്ടവും വെറുപ്പും ഉണ്ടാകേണ്ടത്. എന്നിട്ട് അതിനോട് ചേർന്ന് തന്നെ ആ കാര്യത്തെ വ്യക്തമാക്കുന്ന ബൈത്താണ് അടുത്ത് പറയുന്നത്, വഅഹ്ല അശ്ശിർകി ബൈൻഹും വഫാരിഖ് വലാ തർകൻ ഇലാ അഹ്ലി ദ്ദലാലി വഅഹ്ല അശ്ശിർകി ബൈൻഹും വഫാരിഖ്, ശിർക്കിന്റെ ആളുകളെ നീ വിട്ടേക്കുക, അവരിൽ നിന്ന് അകലുക, അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക. വലാ തർകൻ ഇലാ അഹ്ലി ദ്ദലാലി, വഴികേടിന്റെ ആളുകളിലേക്ക് നീ ചാഞ്ഞു പോകരുത്, അവരുടെ കൂടെ ആയി പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. അഥവാ അള്ളാഹു വെറുക്കുന്ന കാര്യമാണ് ഷിർക്ക്. ആ ഷിർക്കുള്ള ആളുകളെ, മുശ്രിക്കീങ്ങളെ ഉറ്റ മിത്രങ്ങളായി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച പോലെ, സഹാബികൾ കാണിച്ച പോലെ കച്ചവടമോ ക്രയവിക്രയമോ അയൽപക്ക ബന്ധമോ ഇനി മാതാപിതാക്കളാണെങ്കിൽ അവരോട് ചെയ്യുന്ന നന്മകളോ അതിനൊന്നും തടസ്സമില്ല. പക്ഷെ അതല്ലാത്തൊരു ബന്ധം, ഒരു ഖൽബിലുള്ള അടുത്ത ബന്ധം, സ്നേഹബന്ധം ഷിർക്കിന്റെ ആളുകളുമായിട്ട് ഉണ്ടാകാൻ പാടില്ല. അത് നീ ഒഴിവാക്കിയിരിക്കണം. അതുപോലെ തന്നെ വഴികേടിന്റെ ആളുകൾ, ബിദ്അത്തിന്റെ ആളുകൾ, മഅസിയത്തിന്റെ ആളുകൾ, ശിർക്കും കുഫ്റും ബിദ്അത്തും മഅസിയത്തും പാപങ്ങളും തെമ്മാടിത്തരങ്ങളുമെല്ലാം ചെയ്യുന്ന ആളുകൾ, അവരിലേക്ക് തിരിഞ്ഞു പോകുന്ന, അവരിലേക്ക് അടുക്കുന്ന അവസ്ഥയും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം ശൈഖ് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നു, وتشهد قاطعا من غير شك بأن الله جل عن المثال. എന്നിട്ട് വീണ്ടും നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംശയമില്ലാത്ത വിധം ഖത്ഈയായിക്കൊണ്ട്, ഖണ്ഡിതമായിക്കൊണ്ട് നീ ഉറപ്പിച്ചു കൊള്ളുക, ബിഅന്ന അല്ലാഹ ജല്ല അനിൽ മിസാലി, അള്ളാഹുവിന് ഒരു തരത്തിലുള്ള ഉപമയുമില്ല. അള്ളാഹുവിന് സമന്മാരായിക്കൊണ്ട്, അള്ളാഹുവിന് പോലെ എന്ന് പറയാൻ, അള്ളാഹുവിന്റെ എന്തെങ്കിലും തരത്തിലൊരു മിസാൽ പറയാൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നീ ഉറപ്പിച്ചു കൊള്ളുക എന്ന് ഷെയ്ഖ് വീണ്ടും ഓർമ്മപ്പെടുത്തും. കാരണം എന്തിനാ വീണ്ടും വീണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അവകാശങ്ങൾ വേറൊരാൾക്ക് വകവെച്ചു കൊടുക്കണമെങ്കിൽ അള്ളാഹുവിന്റെ പോലെയെങ്കിലും ആവണ്ടേ. അതായത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അത് വേറൊരാൾക്ക് വകവെച്ചു കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും നിലക്ക് ഈ ആളുകൾ അള്ളാഹുവിന്റെ പോലെയാകണം. ഒരു നിലക്കും വേറൊരാൾ എന്താവില്ല, അള്ളാഹുവിനെ പോലെ ആവില്ല, ഒരു നിലക്കും ആവൂല. അതുകൊണ്ടാണ് ശൈഖ് വീണ്ടും അത് എടുത്തു പറയുന്നത്. ഇനി അഖദിയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളിൽ വിശ്വസിക്കേണ്ട, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ വിശ്വസിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ശൈഖ് പരാമർശിക്കുന്നത്. അതിൽ ഒന്നാമത്തേതായി പരാമർശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അലിയാണ് എന്നുള്ളതാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി കൊണ്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സഹാബികളിൽ നിന്ന് ഉദ്ധരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് വിശദീകരിച്ച് തന്ന അർശിന് മേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതിനെ വ്യക്തമാക്കുന്ന ആ കാര്യമാണ് ഇനി ഷെയ്ഖ് പറയുന്നത്. ഷെയ്ഖ് പറയുന്നു, على بالذات فوق العرش حقا بلا كيف ولا تأويل غالي علو القدر وقهر اللذان هما لله من صفة الكمال. ഇവിടെ പറയുന്നത് على بالذات فوق العرش حقا, على بالذات അല്ലാഹു സുബ്ഹാനഹു വ തആല ذاتിയായിട്ട് അസ്തിത്വപരമായിട്ട് ഉലൂവ് ചെയ്തിരിക്കുന്നു, ഉയർന്നിരിക്കുന്നു, ഫൗഖൽ അർശി ഹഖ്ഖൻ, അർശിന് മുകളിലായിക്കൊണ്ട് സത്യമായിട്ടും, അതിൽ സംശയമല്ല. അതായത് അള്ളാഹു എവിടെ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം അഹ്ലുസുന്ന വൽ ജമാഅ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ധാരാളം ആയത്തുകൾ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ സുമ്മ ഇസ്തവാ അലൽ അർശ് എന്ന് തുടങ്ങുന്ന 6 സന്ദർഭങ്ങളിൽ അർശിന് മേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു അല്ലാഹു തആല എന്ന് വന്നിട്ടുണ്ട്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജാരിയത്തിനോട്, അടിമപ്പെണ്ണിനോട് അവൾ മുഅ്മിനത്താണോ എന്ന് പരിശോധിക്കാൻ, അവൾ സത്യവിശ്വാസിനിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അവളോട് ചോദിച്ച ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? അയ്ന അല്ലാഹ്, അല്ലാഹു എവിടെയാണ്, അല്ലാഹു എവിടെയാണ്? അവൻ കുട്ടി ആകാശത്തേക്ക് ചൂണ്ടി പറഞ്ഞു, ഫിസ്സമാ, ആകാശത്തിലാണെന്ന് പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അന, ഞാൻ ആരാണ്?
അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു അൻത റസൂലുള്ളാഹ്, ഇത് അള്ളാഹിന്റെ റസൂലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവൾ മുഅ്മിനത്താണ്, അവളെ മോചിപ്പിച്ചുകൊള്ളുക പറഞ്ഞു. അപ്പോ ഒരാൾ മുഅ്മിനത്താണോ ഈമാൻ പരിശോധിച്ചതിന്റെ ചോദ്യമാണ് അള്ളാഹു എവിടെ എന്നുള്ളത്. അപ്പോ അലാ ബിസ്സാത്ത് ഫൗഖൽ അർശി ഹഖ്ഖൻ, പിന്നെ പറയുകയാണ് ബിലാ കൈഫിൻ വലാ തഅ്വീലിൽ ഗാലി, അത് എങ്ങനെയാണ് എന്നോ ആ അള്ളാഹു തആല ഉയർന്നു എന്നുള്ളത് ഏതെങ്കിലും പിഴച്ച വാദത്തിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാൻ പറ്റൂല. അതായത് ജഹ്മിയാക്കൾ മുഅ്തസിലിയാക്കൾ പോലെ പിഴച്ച വിഭാഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്തവ എന്ന് പറഞ്ഞതിനെ ഇസ്തൗല, അള്ളാഹു തആല അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ മാറ്റി പറയാറുണ്ട്, വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും വ്യാഖ്യാനിക്കാതെ തന്നെ എങ്ങനെയാണെന്ന് പറയാതെ തന്നെ ഇത് വിശ്വസിക്കണം. അതായത് ഏതൊരു അള്ളാഹുവിന്റെ നാമമോ വിശേഷണമോ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് വ്യാഖ്യാനിച്ചുകൊണ്ടോ എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ടോ ഉപമ പറഞ്ഞുകൊണ്ടോ സാമ്യതപ്പെടുത്തിക്കൊണ്ടോ അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ എങ്ങനെ വിശ്വസിക്കേണ്ടത്? അറബി ഭാഷയിൽ അത് എങ്ങനെയാണോ വന്നിട്ടുള്ളത്, സഹാബികൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, അങ്ങനെ നമ്മൾ വിശ്വസിക്കണം. അതാണ് നമ്മുടെ അഖീദ. നോക്കൂ, ഒരിക്കൽ ഇമാം മാലിക് റഹിമഹുള്ളയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ഈ ആയത്ത് ഓതി, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, റഹ്മാൻ അർശിന് മേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു, അഥവാ അല്ലാഹു തആല അർശിന് മേൽ ഉയർന്നിരിക്കുന്നു. കൈഫ ഇസ്തവ, അള്ളാഹു എങ്ങനെയാണ് ഉയർന്നത്? അള്ളാഹുവിൽ സ്ഥലം എന്ത് പറയാൻ പറ്റുമോ? അർശിന് മേൽ എങ്ങനെയുള്ളത്? അയാൾ ചോദിച്ച ചോദ്യം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് ആകെ തല കുനിച്ച് കുറച്ചു നേരം നിന്നു, തല താഴ്ത്തി നിന്നു. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ വിയർപ്പ് വന്നു. അദ്ദേഹത്തിന്റെ വടി ഉപയോഗിച്ച് ഭൂമിയിൽ നിലത്തിങ്ങനെ വരക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂമുൻ, അള്ളാഹു അർശിന് മേൽ ഇസ്തിവാ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫു മജ്ഹൂലുൻ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതിലുള്ള വിശ്വാസം നിർബന്ധമാണ്, അതിനെ കുറിച്ച് ചോദിക്കുക എന്നുള്ളത് ബിദ്അത്തുമാണ് എന്നുള്ളത്. കാരണം സഹാബികൾ ചോദിച്ചിട്ടില്ല. ഈ ചോദ്യം ആര് ചോദിക്കണേ? ആരാ ചോദിക്കണം? സഹാബികൾ ചോദിക്കണം. സഹാബികൾ ആ ചോദ്യം ചോദിച്ചിട്ടില്ല, അവരത് അങ്ങനെ വിശ്വസിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതങ്ങനെ വിശ്വസിക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം അടുത്ത ബൈറ്റുകളും പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. ബാക്കി ബഹറിന് ശേഷം വായിക്കാം. ഉലൂവുൽ ഖദ്രി വൽ ഖഹ്രി അല്ലദാനി ഹുമാ ലില്ലാഹി മിൻ സിഫത്തിൽ കമാലി, അല്ലാഹു ദാത്ത് കൊണ്ട് അലിയാണെന്ന പോലെ തന്നെ ഉലൂവുൽ ഖദ്ർ, അല്ലാഹുവിന്റെ ശക്തി കൊണ്ട് കഴിവ് കൊണ്ട് അല്ലാഹു ഉന്നതനാണ്. ഉലൂവുൽ ഖഹർ, അല്ലാഹു തആല അധികാരം കൊണ്ട് അല്ലാഹു തആല സർവാധിപനാണ്. അത് കഴിഞ്ഞു. ഹുമാ ലില്ലാഹി മിൻ സിഫത്തിൽ കമാലി, ഇത് അല്ലാഹുവിന്റെ പരിപൂർണ വിശേഷണങ്ങളിൽ പെട്ടതാണ്, വിശേഷണത്തിൽ പെട്ടതാണ്. ബിഹാദാ ജാഅനാ ഫീ കുല്ലി നഫ്സിൻ അനിൽ മഅസൂം മിൻ സഹ്ബിൻ വആലിൻ, ഈ ഒരു വിശ്വാസം പ്രമാണബന്ധിതമായി നമുക്ക് വന്നെത്തിയതാണ്. അനിൽ മഅസൂം, മഅസൂം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും, മിൻ സഹ്ബിൻ സഹാബികളിൽ നിന്നും, വആലി നബി സല്ലല്ലാഹുവിന്റെ സഹാബികളിൽ നിന്നും കുടുംബത്തിൽ നിന്നുമെല്ലാം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള വിശ്വാസമാണ്. അല്ലാഹു തആല അലിയാണ്, അല്ലാഹു തആല ദാത്ത് കൊണ്ടും അല്ലാഹുവിന്റെ ഖദർ കഴിവ് കൊണ്ടും അല്ലാഹുവിന്റെ ആധിപത്യം കൊണ്ടുമെല്ലാം അല്ലാഹു അലിയാണ് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിനെ തുടർന്നിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് മഗ്രിബ് നിസ്കാര ശേഷം വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.